ഡോക്ടറെ, ഭാവിയിൽ എനിക്കൊരു കുട്ടിയുണ്ടായി. ഫ്രം ഡേ 1 ഞാൻ കുട്ടിക്ക് കൊടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ പറയുന്നില്ല, നാഷണൽ ഇമ്മ്യൂണോ ഷെഡ്യൂൾ പ്രകാരമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഇതിൻ്റെ അകത്ത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ ഫോളോ ചെയ്യുന്ന അത് വെച്ചിട്ടാണ്. അതല്ലാതെ നാഷണൽ ഇമ്മ്യൂണോ ഷെഡ്യൂൾ പ്രകാരമാണ് ഞാൻ ഇനി മുന്നോട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ജനിക്കുന്ന ഉടനെ കുട്ടിക്ക് കൊടുക്കുക 0 ഡോസസ് ഉണ്ട്. ആദ്യ ദിനങ്ങളിൽ തന്നെ കൊടുക്കേണ്ട വാക്സിൻസ് എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി, OPV, BCG എന്ന് പറഞ്ഞാൽ BCG എന്ന് പറഞ്ഞാൽ TB-ക്കെതിരെയുള്ള വാക്സിനാണ്. OPV എന്ന് പറഞ്ഞാൽ പോളിയോക്കെതിരെയുള്ള വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് ബിനെതിരെയുള്ള വാക്സിൻ. ഈ മൂന്നും ഒരു ന്യൂബോൺ നവജാത ശിശു ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുന്നേ കൊടുത്തിരിക്കേണ്ട വാക്സിൻസാണ്. ആ 3 വാക്സിനും കൊടുക്കുക. അതിനുശേഷം പിന്നെ 6 ആഴ്ച ആകുമ്പോഴത്തേനാണ് പിന്നെ വരുന്നത്. എന്ന് വെച്ചാൽ 45 ദിവസം കഴിഞ്ഞിട്ട് 6 ആഴ്ചയിൽ വരുന്ന വാക്സിൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പെൻഡാവാലൻ എന്ന് പറഞ്ഞ വാക്സിനാണ്. അതിൻ്റെ അകത്ത് 5 അണുക്കൾക്കെതിരെയുള്ള വാക്സിനുണ്ട്. ഒന്ന് ഡിപ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി, അങ്ങനെ 5 അണുക്കൾക്കെതിരെ. പിന്നെ അതൊരു കുത്തിവയ്പ്പ്. പിന്നെ 2 കുത്തിവയ്പ്പ് കൂടെയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനേറ്റഡ് IPV, പോളിയോക്കെതിരെയുള്ള കുത്തിവയ്പ്പ്. പിന്നെ ഒന്ന് ന്യൂമോകോക്കൽ എന്ന് പറയുക PCV എന്ന് പറയുന്ന കുത്തിവയ്പ്പ്. അതാണ് 3 കുത്തിവയ്പ്പുകൾ വരുന്നത് 6 ആഴ്ചയിൽ. പിന്നെ അതുകൂടാതെ പിന്നെ 2 തുള്ളിമരുന്നോട് വരും. ഓറൽ പോളിയോ വാക്സിൻ, പോളിയോക്കെതിരെയുള്ള തുള്ളിമരുന്ന് വരും. പിന്നെ അതുപോലെ റോട്ടാ വൈറസിനെതിരെ തുള്ളിമരുന്ന് വരും. റോട്ടാ വൈറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികളിൽ വയറിളക്കം ഉണ്ടാക്കാൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള വൈറസ് നമ്മൾ പറയുന്നതാണ്. അതിനെതിരെ ഒരു തുള്ളിമരുന്നുണ്ട്. തുള്ളിമരുന്നായിട്ട് നമ്മൾ വാക്സിനായിട്ട് കൊടുക്കുന്നത് റോട്ടാ വൈറസിനെതിരെയുള്ള വാക്സിന്. അപ്പോൾ അതിനുശേഷം പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ 10 ആഴ്ചയിൽ വരുന്നത്. അപ്പോൾ 10 ആഴ്ചയിൽ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു കുത്തിവയ്പ്പും 2 തുള്ളിമരുന്ന് വരുന്നത്. ഒരു കുത്തിവയ്പ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു പെൻഡാവാലിൻ്റെ 6 ആഴ്ച കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ വാക്സിൻ വരും. പിന്നെ 2 തുള്ളിമരുന്ന് വരുന്നത്. ഒന്ന് റോട്ടാ വൈറസിനെതിരെ തുള്ളിമരുന്നും പിന്നെ ഓറൽ പോളിയോ വാക്സിന്, മറ്റേ പോളിയോക്കെതിരെയുള്ള തുള്ളിമരുന്നും. അങ്ങനെ 2 തുള്ളിമരുന്നും ഒരു കുത്തിവയ്പ്പും. അതിനുശേഷം പിന്നെ 14 ആഴ്ചയിൽ എന്ന് പറഞ്ഞാൽ 3.5 മാസം ആകുമ്പോഴത്തേനും അടുത്ത കുത്തിവയ്പ്പ് വരുന്നത്. 3.5 മാസത്തിൽ വരുന്ന നമ്മളെ ഈ 1.5 മാസത്തിലെടുത്ത അതേ കുത്തിവയ്പ്പുകൾ തന്നെയാണ്. 3 കുത്തിവയ്പ്പും 2 തുള്ളിമരുന്നും, ആ സെയിം കാര്യങ്ങൾ തന്നെ. അതിനുശേഷം പിന്നീട് വരുന്നത് നമുക്ക് 9 മാസത്തിലാണ്. 9 മാസത്തിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 3 കുത്തിവയ്പ്പ് വരും. എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെ MR എന്ന് പറഞ്ഞാൽ മീസിൽസ് റുബെല്ലയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ്. നാഷണൽ ഇമ്മ്യൂണോ ഷെഡ്യൂളിൽ അതാണ്, MMR ഇല്ല, അതൊന്ന്. പിന്നെ രണ്ടാമത്തേത് PCV എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ 6 ആഴ്ചയിലും എന്ന് വെച്ചാൽ 1.5 മാസത്തിലും 3.5 മാസത്തിലും എടുക്കുമെന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കലിനെതിരെയുള്ള വാക്സിൻ എന്ന് പറഞ്ഞാൽ PCV, അത് വരും. ഈ 9 മാസത്തിലും വരും. പിന്നെ അതിന് ശേഷം പിന്നെ 6 ആഴ്ചയിലും പിന്നെ മറ്റേ 3.5 മാസത്തിൽ നമ്മളെടുത്ത IPV എന്ന് പറഞ്ഞാൽ FIPV എന്ന് പറഞ്ഞാൽ ഈ ഇൻജക്റ്റബിൾ ഒരു ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിന്, അത് നമുക്ക് വരും. ഏത് 9 മാസത്തിലും വരും. അപ്പോൾ അത് നമുക്ക് വരും. പിന്നെ നമുക്ക് വരുന്നവർ ഒരു തുള്ളിമരുന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എയുടെ തുള്ളിമരുന്ന്. അങ്ങനെ 3 കുത്തിവയ്പ്പും ഒരു തുള്ളിമരുന്നുമാണ്. നമ്മൾ കോട്ടയം ജില്ലയിൽ എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇപ്പം നമ്മൾ ആലപ്പുഴയോ അല്ലെങ്കിൽ തിരുവനന്തപുരമോ മലപ്പുറമോ കോഴിക്കോടോ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു കുത്തിവയ്പ്പോടെ വരും. അത് വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ജപ്പാൻ ജ്വരം എന്ന് പറയുമല്ലോ, അതിനെതിരെയുള്ള കുത്തിവയ്പ്പാണെങ്കിൽ ഈ ജില്ലകളിലൊക്കെ വരും. 2026 ജനുവരി അതിന് മുന്നേ ആയിരുന്നെങ്കിൽ ഈ 4 ജില്ലകളില്ലായിരുന്നു, 2 ജില്ലയിലുള്ളായിരുന്നു. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും മാത്രമുള്ളായിരുന്നു. ഇപ്പം 2026 ജനുവരി തൊട്ട് 2 ജില്ലയും കൂടെ ഉൾപ്പെടുത്തി കേരള സർക്കാർ. കോഴിക്കോടും മലപ്പുറം കൂടെ ഉൾപ്പെടുത്തി. അങ്ങനെ ഈ ജില്ലകളിലാണെങ്കിൽ ഒരു അഡീഷണൽ കുത്തിവയ്പ്പോടെ വരും. അതിനുശേഷം പിന്നെ നമുക്ക് 1.5 വയസ്സാകുമ്പോഴത്തേനാണ് അടുത്ത കുത്തിവയ്പ്പ് വരുന്നത്. അന്നേരം വരുമ്പോഴത്തേനും നമുക്കാണെങ്കിൽ ഒരു DPT എന്ന് പറഞ്ഞ കുത്തിവയ്പ്പ്, നമ്മൾ പറഞ്ഞു ഡിപ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, അതിനെതിരെയുള്ള ഒരു കുത്തിവയ്പ്പ്. പിന്നെ അതുപോലെ തന്നെ MR എന്ന് വെച്ചാൽ മീസിൽസ് റുബെല്ലയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ്. പിന്നെ അതുപോലെ ഒരു ഓറൽ പോളിയോ വാക്സിന്, വായിക്കൂടെ കൊടുക്കുന്ന പോളിയോ വാക്സിന്. പിന്നെ നമുക്ക് വരുന്ന വൈറ്റമിൻ എയുടെ ഒരു ഡോസ് വരും. പിന്നെ ഈ ജില്ലകളിലൊക്കെ ആണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ 4 ജില്ലകളിലാണെങ്കിൽ ജപ്പാൻ ജ്വരത്തിനെതിരെയുള്ള ജാപ്പനീസ് എൻസെഫലൈറ്റിസിനെതിരെ ഒരു കുത്തിവയ്പ്പോടെ വരും. പിന്നെ അതിനുശേഷം പിന്നെ വരുന്ന എല്ലാ 6 മാസം കൂടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ 6 മാസം കൂടുമ്പോൾ നമുക്ക് വൈറ്റമിൻ എയുടെ ഒരു ഡോസ് കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഡോസ് നമ്മൾ 1 വയസ്സിന് മുന്നേ ആണെങ്കിൽ 1 ml ആവും, 1 വയസ്സിന് ശേഷമാണെങ്കിൽ 2 ml. ഈ വൈറ്റമിൻ എ തന്നെ പ്രിസൈസ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണ്? വൈറ്റമിൻ എ നമ്മുടെ എല്ലാ എപ്പിത്തീരിയത്തിൻ്റെ ഗ്രോത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആ ഒരു പിന്നെ പല ഇതുണ്ട്. നമ്മളെ ഈ കുട്ടികളിലാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബൈറ്റ് ഓർ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരാനുള്ള കോർണിയൽ ഡ്രൈനസ്സും ഒക്കെ വരാനുള്ള ഒരു കാര്യമാണ് ഇത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ സംബന്ധിച്ചോളം. ബ്ലൈൻഡ്നെസ്സിന് വരെ ലീഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ കൊടുത്തിരിക്കണം. 6 മാസം കൂടുമ്പോൾ അത് കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം പിന്നെ 5 വയസ്സാകുമ്പോഴത്തേനും DPT എന്ന് പറഞ്ഞ ഒരു ബൂസ്റ്റാണ് പിന്നെ വരുന്നത്, ഡിപ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസിനെതിരെയുള്ള. അതിനുശേഷം പിന്നെ 10 വയസ്സിനും 16 വയസ്സിനും
TD വാക്സിനായിട്ട് എന്ന് വെച്ചാൽ ടെറ്റനസും ഡിപ്തീരിയക്കെതിരെയുള്ള കുത്തിവെപ്പ്. ഇത്രയാണ് നമ്മുടെ നാഷണൽ ഇമ്മ്യൂണോ ഷെഡ്യൂളിൽ വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് അഡീഷണൽ വാക്സിൻസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിൽ പോവുകയാണെങ്കിൽ IAP ഷെഡ്യൂൾ, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വാക്സിൻ വരും. എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസയ്ക്കെതിരെയുള്ള വാക്സിൻ എടുക്കാം. അത് നമുക്ക് എപ്പോൾ എടുക്കണമെന്ന് ചോദിച്ചാൽ 6 മാസം കഴിയുമ്പോഴത്തേനും എടുക്കാം. അന്നേരം എടുക്കാൻ പറ്റുള്ളൂ. 6 മാസത്തിന് ശേഷമുള്ള കുട്ടികൾ മാത്രം അപ്രൂവ് ആയിട്ടുള്ളൂ, അന്നേരം കൊടുക്കാൻ പറ്റുള്ളൂ. ടൈഫോയിഡിനെതിരെയുള്ള കുത്തിവയ്പ്പുണ്ട്, അത് നമുക്ക് 6 തൊട്ട് 7 മാസത്തിനിടയ്ക്ക് എടുക്കാം. പിന്നെയുള്ളത് ഹെപ്പറ്റൈറ്റിസ് A ഉണ്ട്, അത് 1 വയസ്സ് കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് വേരിസെല്ല, ചിക്കൻ ബോക്സിനെതിരെയുള്ള കുത്തിവയ്പ്പുണ്ട്, അത് 1 വയസ്സ്. അതുകൊണ്ട് പക്ഷേ അത് നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കിട്ടുള്ളൂ. ആ ഒരു വാക്സിൻ ശരിക്കും എഫക്റ്റീവ് ആണോ? എത്രമാത്രം അതിൻ്റെ ഒരു ഇത് സക്സസ് റേറ്റ് എത്രയാണ്? 2 ഡോസ് എടുക്കുകയാണെങ്കിൽ 2 ഡോസായിട്ടാണ് വരുന്നത്. 2 ഡോസ് എന്ന് പറഞ്ഞാൽ 9 മാസത്തിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ എടുക്കുക, അങ്ങനെ 2 ഡോസായിട്ട് എടുക്കുക. നമ്മൾ പറയുന്നത് 12 to 15 മന്ത്സിൽ ഫസ്റ്റ് ഡോസ് എടുക്കുക, അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഡോസ് ആഫ്റ്റർ 3 മന്ത്സ്. അങ്ങനെ നമ്മൾ 2 ഡോസായിട്ട് എടുക്കുകയാണെങ്കിൽ മോർ ദാൻ 90% പ്രൊട്ടക്ഷൻ കിട്ടും. ഇപ്പം ഒരു കുട്ടിക്ക് വരുവാണെങ്കിൽ തന്നെ മൈൽഡായിരിക്കും, അത് ഭയങ്കര മൈൽഡായിരിക്കും. അപ്പോൾ 2 ഡോസായിട്ട് വേരിസെല്ലയുടെ എന്ന് വെച്ചാൽ ചിക്കൻ ബോക്സിനെതിരെയുള്ള കുത്തിവയ്പ്പ് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മംസ്, അതിനുള്ള അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന വാക്സിനാണ്. അത് നമുക്ക് ഈ 9 മാസം തൊട്ട് അങ്ങനെ എടുക്കാവുന്നതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു 3 കുത്തിവയ്പ്പായിട്ട് മംസ് അല്ലെ മുണ്ടുന്നതിനെതിരെയുള്ള കുത്തിവയ്പ്പ് എടുക്കാം. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഈ 9 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് HPVയുടെ വാക്സിൻ എടുക്കാം. എന്ന് വെച്ചാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ക്യാൻസറിനെതിരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സിൻ എന്ന് പറഞ്ഞാൽ HPV വാക്സിനേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ, അതേ ഉള്ളൂ. നമുക്ക് ക്യാൻസർ, ഹെർവൈക്കൽ ക്യാൻസർ വരാതിരിക്കും. അപ്പം നിശ്ചയമായിട്ടും എല്ലാ പെൺകുട്ടികളും എടുത്തിരിക്കേണ്ട ഒരു വാക്സിനാണ് HPV വാക്സിൻ. എത്ര വയസ്സിന് ശേഷമാണ് എടുക്കേണ്ടത്? 9 വയസ്സിന് ശേഷം. 9 to 14 ഇയേഴ്സാണ് നമ്മൾ പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ്. 2 ഡോസായിട്ട് എടുക്കണം, 6 months അപ്പാർട്ട്. അതാണ് ഐഡിയലി ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്, ഇനി ഇൻ കേസ് നമ്മളൊരു വാക്സിൻ ഷെഡ്യൂളിൽ എന്തെങ്കിലും വാക്സിൻസ് നമുക്ക് മിസ്സായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിസ്സായി കഴിഞ്ഞാൽ വേറൊരു കാര്യമാണ്. മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോസ് എടുത്തു, പിന്നെ ഒരു 3 മാസത്തിൽ എടുക്കേണ്ട ഒരു ഡോസ് ഞാനാണെങ്കിൽ 6 മാസമായിട്ടും എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഏത് വാക്സിൻ മിസ്സായി പോയി കഴിഞ്ഞാലും നമ്മൾ അടുത്ത എപ്പോഴാണോ എൻകൗണ്ടർ വരുന്നത്, എവിടെ വെച്ചാണ് മിസ്സായി പോയത് അവിടെ തൊട്ട് വീണ്ടും കൊടുത്തു തുടങ്ങുക. അതാണ് ഐഡിയലി ചെയ്യേണ്ടത്. എനിക്കിപ്പം എൻ്റെ കുട്ടിക്കിപ്പം 9 മാസത്തെ വാക്സിൻ മിസ്സായിപ്പോയി. കുട്ടി 2 വയസ്സാകുമ്പോഴാണ് പ്രസൻറ്റ് ചെയ്യുന്നത് വേറെ ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിൽ. എങ്ങനെയാണെങ്കിൽ മിസ്സായത് എവിടെയാണോ അവിടെ തൊട്ട് വീണ്ടും കൊടുത്തു തുടങ്ങുക. അതിന് മുന്നേ കുറച്ച് വാക്സിൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് വീണ്ടും കൊടുത്ത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. എവിടെയാണോ മിസ്സായി പോയത് അവിടെ തൊട്ട് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെയാണ് പറയുന്നത്. റോട്ട വൈറസ് മോർ ദാൻ 8 months IAP പറയുന്നില്ല കൊടുക്കാൻ. അതിൻ്റെ മുന്നേ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മുന്നോട്ട് എടുക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ എടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ചെറിയ കുട്ടികൾക്ക് വയറിളക്കം വരുമെന്ന് ഓർത്തിട്ടാണ് ഇത് കൊടുക്കാനും പറയുന്നത്. പിന്നെ വേറെ കുറച്ച് കാര്യം കൂടെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് അവർ പറയുന്നത്. 8 മാസത്തിന് ശേഷമുള്ളൊരു കുട്ടിയാണെങ്കിൽ എടുക്കേണ്ട കാര്യമില്ല, പിന്നെ അത് എടുക്കുകയും വേണ്ട എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് DPT എന്ന് പറഞ്ഞ വാക്സിൻ. DPT എന്ന് പറഞ്ഞ വാക്സിൻ 7 വയസ്സിന് മുകളിലുള്ളൊരു കുട്ടിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് TDAP എന്ന് പറഞ്ഞ വാക്സിനാണ്. മറ്റേ DPTക്കകത്ത് ഹോൾ സെല്ലാണ് പെർട്ടൂസിസ്. TDAP എന്ന് പറഞ്ഞാൽ എ സെല്ലുലാർ പെർട്ടൂസ് ആണ്, അതാണ് TDAP, എ സെല്ലുലാർ പെർട്ടൂസിസ്. അങ്ങനെ TDAP എന്ന് പറഞ്ഞ വാക്സിന് 7 വയസ്സിന് ശേഷമുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് രണ്ടും അല്ലാതെ വേറെ ഒരു കുത്തിവെപ്പും ഇങ്ങനെ നമുക്കൊരു ഏജ് വെച്ചിട്ട് റെസ്ട്രിക്ഷൻ വെച്ചിട്ട് എടുക്കാൻ പാടില്ല, അങ്ങനെയില്ല.